ഗാഥാപ്രസ്ഥാനം. ഗാഥാപ്രസ്ഥാനത്തിലെ പ്രഥമഗണനീയം കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയുടെ രചയിതാവ് ചെറുശ്ശേരി. കൃഷ്ണഗാഥയിലെ പ്രതിപാദ്യം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? ഭാഗവതം ദശമസ്കന്ധത്തിൽ നിന്ന്. ഗാഥ എന്ന പദം മലയാളത്തിൽ ആദ്യം കാണുന്നത് ഉണ്ണിച്ചിരുതേവി ചരിതത്തിൽ. കൃഷ്ണഗാഥയിലെ വൃത്തം സ്വർഗാരോഹണം ഒഴിച്ച് ബാക്കിയെല്ലാം മഞ്ചരി വൃത്തത്തിൽ. ആരുടെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയത്? കോലത്തിരി ഉദയവർമ്മൻ്റെ. ഗാഥ എന്ന വാക്കിൻ്റെ പരിമിതമായ അർത്ഥം പാട്ട്. വൈദിക ഘട്ടത്തിൽ ഗാഥ എന്ന് പറഞ്ഞിരുന്നത് എന്തിനെയാണ്? യാഗാദികൾക്ക് ഉപയോഗിക്കുന്ന പാട്ടുകളെ. കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് കൃഷ്ണപ്പാട്ട്. മലയാളത്തിലെ മഹാകാവ്യമായി ഉള്ളൂർ വിലയിരുത്തുന്ന കൃതി കൃഷ്ണഗാഥ. ചെറുശ്ശേരി എന്നത് ഗ്രന്ഥനാമമാണെന്ന് അഭിപ്രായപ്പെട്ടത് കൊണ്ടൂർ നാരായണമേനോൻ. മലയാളത്തിൽ ഗാഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഞ്ചരി വൃത്തത്തിൽ എഴുതിയ ഗാനങ്ങളെ. കൃഷ്ണഗാഥയുടെ രചനാകാലം 15-16 നൂറ്റാണ്ട്. കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ. ഭക്തിഭാവമോ ശൃംഗാരമോ അല്ല കൃഷ്ണഗാഥയിലെ പ്രധാന രസം. ഭക്തി ശൃംഗാരാദികൾ ശക്തിയായൊഴുകിച്ചെന്ന് നിശേഷം വലയം പ്രാപിക്കുന്ന ഏകാന്തവും അദ്വയവുമായ ശാന്തരസമാകുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ടി ഭാസ്കരൻ. കൃഷ്ണഗാഥയിൽ ഗവേഷണം നടത്തിയ പ്രമുഖ പണ്ഡിതൻ ഡോക്ടർ ടി ഭാസ്കരൻ. ഗാഥാപ്രസ്ഥാനത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഗാഥ എന്ന കൃതിയുടെ രചയിതാവ് എൻ മുകുന്ദൻ. കൃഷ്ണഗാഥയിലെ ഭക്തൻ അതിലെ കവിക്ക് കീഴടങ്ങിയിരിക്കുന്നു. ആരുടെ വിലയിരുത്തൽ? ചേലനാട്ട് അച്യുതമേനോൻ. ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായരുടെ അഭിപ്രായത്തിൽ ചെറുശ്ശേരി എന്നറിയപ്പെടുന്നത് പുനത്തിൽ ശങ്കരൻ നമ്പിടി. ശൃംഗാരഭ്രമം കണ്ടിട്ട് പാട്ടിൽ കാണുന്ന മണിപ്രവാളമാണ് കൃഷ്ണഗാഥ എന്ന നിരീക്ഷണം ആരുടേത്? എൻ കൃഷ്ണപിള്ള. ശുദ്ധ മലയാളത്തിൽ എഴുതിയ ആദ്യ കാവ്യം കൃഷ്ണഗാഥ. ചെറുശ്ശേരി ഭാരതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഭാരതഗാഥ. ഉള്ളൂരിൻ്റെ അഭിപ്രായത്തിൽ ഭാരതഗാഥയുടെ കർത്താവ് ഉദയവർമ്മ കോലത്തിരിയുടെ സേവകനായ ഒരു നമ്പൂതിരി. ഭാരതഗാഥയുടെ ഇതിവൃത്തം മഹാഭാരത കഥ. ഭാരതഗാഥ ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത് ചിറക്കൽ കോവിലകത്തെ രാമവർമ്മ രാജാവ്. കൃഷ്ണഗാഥയിൽ പരാമർശിക്കുന്ന പ്രാചീന നാണയം താരം